ഗൈസ് അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്ക് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്താൽ ഒരു വഴി ഉണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഈ കാറ് പോകുന്നത് അങ്ങോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. കാറ് അതിലൂടെ തന്നെ പോകുന്നത്, നമ്മൾ മാപ്പിട്ട് അതിൽ തന്നെ പോകുന്നത്. ചിലപ്പോൾ ഇവരും കാണാനായിരിക്കും, APJ അബ്ദുൽ കലാം സാറിൻ്റെ വീടൊന്നും കാണാനായിരിക്കും കേട്ടോ. ആ വീട് ഇപ്പം മ്യൂസിയം ആക്കി എന്നാണ് പറയുന്നത് ഗൈസ്. ഓക്കെ, നമ്മൾ അടിച്ചു നോക്കിയപ്പോൾ നമ്മൾ മാപ്പിന് വേണ്ടി അടിച്ചു നോക്കിയപ്പോൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോഴൊക്കെ വീട് ഇപ്പം മ്യൂസിയം ആക്കി എന്നാണ് അറിഞ്ഞത് ഗൈസ്. അപ്പം വീടൊന്ന് കാണണം, ആ വീടിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് കാണണമല്ലോ. ഇപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് വീട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ വീട് എടുക്കാൻ പറ്റിയെന്ന് വരും ഗൈസ്. രണ്ടും ഇതിലുണ്ട് കേട്ടോ. ചിലപ്പോൾ ഗൈസ് വീട് എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഗൈസ്. ഓക്കെ, വെച്ചാൽ അത് വീട് ഇപ്പം മ്യൂസിയം ആക്കിയെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് അതേ അവസാനമായിട്ട് എടുത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വീട്ടിനുള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുള്ള അനുവാദമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, അങ്ങനെ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ ഒന്നും പറയരുത് ഗൈസ്. ഓക്കെ ഗൈസ്, എന്താ അതിൻ്റെ അടുത്ത് ഇവിടെ ഒരു പള്ളി, എനിക്ക് തോന്നുന്നു APJ അബ്ദുൽ കലാം സാറ് നിസ്കരിക്കാൻ വരുന്ന പള്ളി ആയിരിക്കും ഇതെന്ന് തോന്നുന്നു. പിന്നെ നേരെ അടുത്ത് തന്നെയാണ് ഈ പള്ളി വരുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാറ് നമ്മൾ ഈ ഭാഗത്തോടെ പാർക്ക് ചെയ്യണം, എന്നിട്ട് ഗൈസ് നടന്ന് പോകേണ്ടി വരും തോന്നുന്നു ഗൈസ്. കാർ അതിലൂടെ പോകില്ല, അപ്പോൾ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കും. കാറ് കാണിച്ചു തരാം. ഈ പള്ളി നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. ഈ നമ്മൾ കാണേണ്ടത് ഇതാണ് നമ്മളെ കാർ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഈ പള്ളി ഉണ്ട്, APJ അബ്ദുൽ കലാം സാർ നിസ്കരിക്കാൻ വരുന്ന പള്ളിയാണ് കേട്ടോ ഗൈസ് ഇത്. ഓക്കെ, അതിന് നേരെ അടുത്ത് തന്നെയുള്ള പള്ളിയാണ്. അദ്ദേഹം നിസ്കരിക്കാൻ വരുന്ന പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ പോയാലാണ് ഗൈസ് വീടെത്താൻ. നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മൾ ഒരുപാട് പോകണം ഗൈസ് അല്ലേ. ഇവിടെ നമ്മൾ നേരെ പോയതിന് ശേഷം ഇത് അടുത്തോട്ട് വൈകുണ്ടെന്നാണ് പറയുന്നത് ഗൈസ്. ഗൈസ് നിങ്ങൾ ഈ ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾ നോക്ക് ഗൈസ്, അത്രയ്ക്കും ഗൈസ്. ഓ ഗൈസ് അടിപൊളി കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇതിലൂടെ ഒക്കെ നടക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതും APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കാണാൻ വരുന്നത് ഗൈസ്. ഓക്കെ, ചിലപ്പോൾ ഒരുപാട് പേര് കണ്ട ആൾക്കാരുണ്ടാവും, കാണാത്തവരുണ്ടാവും ഗൈസ്. അത്രയും ആൾക്കാരാണ് ഗൈസ് വരുന്നത് ഗൈസ്. ഇവിടെയും വേറെ ഒരു പള്ളിയുണ്ട്, പുതിയൊരു പള്ളി ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. കലാം ആർക്കേഡ് എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹൗസ് ഓഫ് കലാം രാമേശ്വരം ഗൈസ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരുപാട് ചിലപ്പോൾ ഇതായിരിക്കും മൂപ്പരെ ഫോട്ടോസും അങ്ങനെ മൂപ്പരെ ഒരു പ്രതിമൻ്റെ അങ്ങനെ സംഭവങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഗൈസ് APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കേട്ടോ ഗൈസ്. അങ്ങനെ വീട് എത്തിക്കുന്നത് അതാണ് APJ അബ്ദുൽ കലാം സാർ. ഇതാ ഗൈസ്, ഒരു സാറിൻ്റെ ഫോട്ടോ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് സാറിൻ്റെ വീട്. ഇപ്പോൾ വീട് മ്യൂസിയം ആക്കിയിരിക്കുക കേട്ടോ ഗൈസ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സാറിൻ്റെ ജനിച്ചതും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലൊന്ന് കയറി നോക്കണം. അപ്പോൾ വീട് ഇപ്പം മ്യൂസിയം ആയതാണ്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നോ അതൊക്കെ ഗൈസ് വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ മാത്രം കാണിക്കാൻ പറ്റുള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ മാത്രം ഗൈസ് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ വേറെ ഒന്നും വിചാരിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ഒന്ന് കയറി നോക്കട്ടെ. ഒരുപാട് പേരുണ്ട് ഗൈസ്. എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ അയച്ചിട്ട് വേണം കയറാൻ. ഷൂട്ട് കയറാൻ പാടില്ല കേട്ടോ. ഞാൻ സോക്സ് ആണ്, അപ്പോൾ എനിക്ക് സോക്സ് കൂടെ അയക്കണ്ട. അപ്പോൾ ഞാൻ ഷൂ മാത്രം അയച്ചിട്ട് ഞാൻ ഒന്ന് കയറി നോക്കട്ടെ കേട്ടോ. ഉള്ള നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഗൈസ് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാ ഹൗസ് ഓഫ് കലാം, ഇതിലേക്ക് കയറ്റുമ്പോൾ ഉണ്ട് ഹൗസ് ഓഫ് കലാം ആയിട്ടുള്ള. ഓക്കെ, നമുക്ക് മേലോട്ട് കയറി നോക്കാം. ഇനി മേലോട്ട് കയറി നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. കാണിക്കാൻ പറ്റിയ ഞാൻ കാണിക്കാം ഗൈസ്. ഓക്കെ, എനിക്ക് കാണിക്കാൻ പറ്റാൻ ഞാൻ ഉറപ്പായിട്ടും കാണിക്കും. ഓക്കെ ഗൈസ്, ഇവിടുത്തെ വീട് APJ അബ്ദുൽ കലാം സാറിൻ്റെ വീടാണ് ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ, മേലോട്ട് കയറി നോക്കട്ടെ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഗൈസ്. ലാളിത്യത്തിൻ്റെയും മഹാനായ ശാസ്ത്രജ്ഞനുമായ അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ വീട് ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചിരുന്ന ലളിത ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ജീവിക്കുന്ന ഓരോ വ്യക്തിയും കാണേണ്ട ഒരു സ്ഥലമാണ്. അദ്ദേഹം ജനിച്ചു വരുന്ന രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്മാരകമായി എന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ കൃതികൾ വരെയുള്ള നിരവധി ചിത്രങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, ഡോക്ടറേറ്റുകൾ, ബഹുമതികൾ, അവാർഡുകൾ എന്നിവ അതിൽ അടങ്ങിയിട്ടുണ്ട്. 2 നില കെട്ടിടമായ ഇത് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനാണ് നോക്കുന്നത്. ഇതിനുള്ളിലത്തെ വീഡിയോസൊക്കെ ഗൈസ് ഞാൻ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിയതാണ് നേരെ വീഡിയോസിൽ ആഡ് ചെയ്തത്. എല്ലാവരും ഗൈസ് നമ്മൾ പോയി എടുത്താൽ കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല, ആർക്കും ഇല്ല അനുവാദം. അതിൻ്റെ ഉള്ളിൽ പോയി എടുക്കാനുള്ള അനുവാദമില്ല. APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കാണാത്തോട്ടുണ്ടെങ്കിൽ ബാമ്പൊക്കെ ഉണ്ട് രാമേശ്വരത്ത് ഇപ്പോഴും ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അത്രക്കും ഗൈസ് വീടൊക്കെ സെറ്റാണ്. വീടിൻ്റെ ഉള്ളിൽ എന്താ ഗൈസ് എന്താക്കിയെന്ന് വെച്ചാൽ വീട് ഇപ്പം മ്യൂസിയമാണ്. ഓക്കെ, APJ അബ്ദുൽ കലാം സാറിൻ്റെ
സാറ് അവസാനമായിട്ട് സാറ് എടുത്ത എല്ലാ സംഭവവും ഗൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. മുസ്താഫ അടക്കം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ മ്യൂസിയത്തിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. എങ്ങനെ പറഞ്ഞാലും ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു രാമേശ്വരത്ത് വരുന്നെന്നും APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കാണണമെന്നും ഒക്കെ ഗൈസ് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് വന്ന് കണ്ടത് ഗൈസ്. ഇവിടെ ഒരുപാട് രാജ്യത്ത് നിന്ന് ഒരുപാട് പേരുണ്ട് ഗൈസ്. ഓക്കെ, പഞ്ചാബികൾ അങ്ങനെ എല്ലാം അടക്കമുള്ള എല്ലാവരും ഉണ്ട് ഗൈസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു മെമ്മോറിയൽ ഉണ്ട് ഇതിനടുത്ത് തന്നെ. ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു മെമ്മോറിയൽ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ അതും ഒന്ന് കാണണം ഗൈസ്. ഓക്കെ, APJ അബ്ദുൽ കലാം സാർ മരിച്ചതിന് ശേഷം ഗൈസ് ഖബറടിക്കിയത് അവിടെ ആയിരുന്നു കേട്ടോ. കാണുന്നത് കണ്ടു. ഇനി നമുക്ക് മെമ്മോറിയൽ ഒന്ന് പോയി കണ്ടോ കേട്ടോ ഗൈസ്. ഇനി അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് കണ്ടോക്കാം. നമ്മളങ്ങനെ മെമ്മോറിയൽ എത്തിക്കുന്നുണ്ടോ, APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയൽ എത്തിക്കുന്നുണ്ടോ. അപ്പോൾ ഒരുപാട് പേര്, നമ്മൾ മാത്രമല്ല, കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും അങ്ങനെ ഒരുപാട് ജില്ലയിൽ നിന്നും നമ്മളെ കോഴിക്കോടായാലും അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അത്രയ്ക്കും ആൾക്കാർ ഇവിടെ ഉണ്ട് ഗൈസ്. എൻ്റെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ആൾക്കാർ വേഗം കണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാണാത്ത ആൾക്കാർ വേഗം കയറി കണ്ടുപോകുന്നുണ്ട് ഗൈസ്. ഈ ഭാഗത്ത് ഗൈസ് നല്ല ചെക്കിങ് ഉണ്ട്. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൈസ് ചിലപ്പോൾ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടോ. ഞാൻ നോക്കട്ടെ ഗൈസ്. ഓക്കെ, നോക്കട്ടെ എന്താണെന്നുള്ളത് ഇപ്പോൾ ഗൈസ്. എന്തായാലും ഇതിനകത്ത് കയറുമ്പോൾ നമ്മൾ ഷൂ അയക്കേണ്ടി വരും. ഷൂ ആ ഭാഗത്ത് വേണമെങ്കിൽ അയച്ചിട്ട് സെറ്റാക്കാം. എന്തായാലും ഇതിന് ഉള്ളൊന്ന് കാണണം ഗൈസ്. ഓക്കെ, കാണുന്നൊരു പ്രശ്നം നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ ഇവര് ചെക്കിങ് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രം കടത്തി വിടുമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾ നോക്ക് ഗൈസ്, എൻ്റെ പൊന്നോ ഉണ്ടല്ലേ ഗൈസ്. ഇവിടെ എഴുതിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, നോ മൊബൈൽ, നോ അല്ലേ, നോ മൊബൈൽ, നോ ഫോട്ടോ, നോ ക്യാമറ ഗൈസ്. ഒന്നും ഗൈസ് ഇതിലെ ബോർഡ് ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോണും പറ്റില്ല, ക്യാമറ പറ്റില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റില്ല ഗൈസ്. ഒരുപാട് പേര് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ആൾക്കാരൊക്കെ വേഗം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് അകത്തേക്ക് കയറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ദേശീയ സ്മാരകം. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ സ്മാരകം 2017 ജൂലൈ 22 ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഗൈസ്, നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് നിങ്ങളെ ഫോൺ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് കാറിൽ വെക്കണം കേട്ടോ. ചില ഫോൺ എടുത്ത് ഒരിക്കലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല ഗൈസ്. ഈ ഫോട്ടോസും കാര്യമൊന്നും ഞാൻ എടുത്തതല്ല കേട്ടോ. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ കൂടെ ചേർത്താട്ടോ ഗൈസ്. നമുക്ക് അതിനുള്ളിൽ കയറിയാൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ പോലീസിൻ്റെ ഭയങ്കര ചെക്കിങ് ആയിരിക്കും. അപ്പോൾ ഫോൺ തപ്പും, പലതും തപ്പും. ഓക്കെ, ഫോൺ ഉണ്ടെങ്കിൽ നമ്മളോട് ഫോണ് കാറിൽ വെച്ചിട്ട് അകത്തേക്ക് കയറാൻ പറയും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.